ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ബീഫ് ഉലർത്താണ്. സവോളയോ ചെറിയുള്ളിയോ തക്കാളിയോ ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ബീഫ് ഉലർത്ത്. ഇതിനകത്ത് ഒരുപാട് ഓവർ മസാലാസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നാൽ ടേസ്റ്റിന് ഒട്ടും തന്നെ കുറവില്ലാത്ത ഒരു കിഡിലൻ ബീഫ് ഉലർത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി തീരും വരയ്ക്കും കാണുക കേട്ടോ. ഒരുപാട് ബീഫ് റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഈ ബീഫ് ഉലർത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത ബീഫ് ഞാൻ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബീഫ് ഉലർത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ കഴുകി വെള്ളം തോർന്ന ബീഫാണ് നമ്മൾ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 10 വറ്റൽമുളകാണ്, ഉണക്കമുളക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം. വിനീഗറിന് പകരം നാരങ്ങ പിഴിഞ്ഞ് ചേർത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കുന്ന ഉണക്കമുളക് കാശ്മീരി മുളക് ചേർത്താലും മതി. അതായത് പിരിയൻ മുളക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഞാനിത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഞാൻ പറയും പോലെ തന്നെ സ്റ്റീമൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് സ്റ്റീമൊക്കെ ഒന്ന് വരട്ടെ. ഈ സമയം ഞാൻ വേറൊരു അടുപ്പിലോട്ട് ഒരു കടായി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. കടായിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ പെരിജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പെരിജീരകവും നല്ല ചൂടായി നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം ഒരു 75 ഗ്രാം നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 50 ഗ്രാം മുതൽ 75 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകായിരുന്നു. പിന്നെ ഒരു 3 തുടം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം നമ്മുടെ കുക്കറിൽ സ്റ്റീമൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബീഫ് ഉലർത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒന്നും പേസ്റ്റ് അല്ല ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ വിസിലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 വിസിൽ കേട്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ ബീഫൊക്കെ. ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു 5 മുതൽ 6 വിസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബീഫ് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിരുന്നില്ല. ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വാട്ടറായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നല്ലപോലെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. ബീഫും ആ വെള്ളവും ഗ്രേവിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് ചേർന്ന് നല്ലൊരു ടേസ്റ്റായിട്ട് വരണം. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാനിവിടെ വഴറ്റി കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടൊരു ബീഫ് ഫ്രൈ ആണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് സ്പൈസസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ തൂവി കൊടുക്കാം. ഇത് നമ്മുടെ ഡ്രിങ്ക്സിന് പറ്റിയൊരു ടച്ചിങ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല ഡ്രിങ്ക്സ് ഒന്നും, പക്ഷേ ഡ്രിങ്ക്സിന് പറ്റിയൊരു ടച്ചിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഗരം മസാല പൗഡർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു, ബൈ.